ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ വീണ്ടും ഇഡിയുടെ നടപടി നേരിടുകയാണ്. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ 2000 കോടിയോളം രൂപ വില വരുന്ന സ്വത്തുക്കൾ കൈയടക്കാൻ ഗാന്ധി കുടുംബം ഗൂഢാലോചന നടത്തിയെന്ന കേസിലാണ് ഇപ്പോൾ ഇഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സോണിയാഗാന്ധി 1-ാം പ്രതിയും രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമാണ്. കുറ്റപത്രത്തിൽ ഓവർസീസ് കോൺഗ്രസ് പ്രസിഡന്റ് സാം പിത്രോദയുടെയും രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ചുമതലയുള്ള സുമൻ ദുബൈയുടെയും പേരുകളുണ്ട്. സോണിയയ്ക്കും രാഹുലിനും 38% ഓഹരിയുള്ള യങ് ഇന്ത്യ ലിമിറ്റഡ് 50 ലക്ഷം രൂപ മാത്രം നൽകി നാഷണൽ ഹെറാൾഡ് വാങ്ങിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. വില കുറച്ചുകാട്ടിയെന്ന തട്ടിപ്പ് ചൂണ്ടിക്കാട്ടിയതിന് പുറമെ വ്യാജ സംഭാവനകൾ, കോടികളുടെ വ്യാജ വാടക ചീട്ടുകൾ എന്നിവയും കേസുമായി ബന്ധപ്പെട്ട് ഇഡി തെളിവുകളായി ഹാജരാക്കി. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പ്രതികാര രാഷ്ട്രീയമാണ് ഇഡി നടപടിക്ക് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. I think the government by such matters is only exposing itself and its campaign of political vendetta, because there is absolutely nothing in this case in a legal sense. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ 2008 ഭൂമി വാങ്ങിയതും വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് റോബർട്ട് വാദ്രയെ ഇഡി ചോദ്യം ചെയ്തത്. 2008 ഫെബ്രുവരിയിൽ 7.5 കോടി രൂപയ്ക്ക് വാങ്ങിയ 3.5 ഏക്കർ ഭൂമി 2012 58 കോടി രൂപയ്ക്കാണ് വാദ്രയുടെ സ്കൈലൈറ്റ് കമ്പനി DLFന് വിറ്റത്. ഈ ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നുവെന്ന് ഇഡി ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയ വേട്ടയാടലാണ് തനിക്കെതിരെ നടക്കുന്നത് എന്ന് വാദ്ര ആരോപിച്ചു. All the questions which I've answered before are being answered again. It's no issue. I have nothing to hide. Everything is answered. Everything will be answered again. രാഹുലിനും സോണിയയ്ക്കുമെതിരെയുള്ള കേസിൽ കോൺഗ്രസ് പ്രതിരോധം തീർത്ത് രംഗത്തുണ്ടാകും. പക്ഷേ വാദ്രയുടെ കേസുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണം വേണ്ട എന്നാണ് നേതാക്കൾക്ക് ഇപ്പോൾ നൽകിയ നിർദ്ദേശം. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.